ഓക്കെ, നമ്മളപ്പോ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അണ്ടർ ജി എസ് ടി. ജി എസ് ടിയിലുള്ള ഒഫൻസുകൾ ഏതൊക്കെയാണ്, അതിനുള്ള പെനാൽറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻ ഒഫൻസ് ഈസ് എ ബ്രീച്ച് ഓഫ് എ ലോ ഓർ റൂൾ. ജി എസ് ടി ലോയിലെ അല്ലെങ്കിൽ ജി എസ് ടി റൂളുകളുടെ ഒരു വയലേഷൻ, ഒരു ബ്രീച്ച് ആണ് എന്തെന്ന് പറയുന്നത് ഒഫൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ ആക്ട്, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് ജി എസ് ടി റൂൾ അല്ലെങ്കിൽ ജി എസ് ടി ലോ വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജി എസ് ടിയിലെ ഓഫൻസുകൾ? ഒന്ന് കൃഷ്ണപ്രിയ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ആള് അത് ക്ലെയിം ചെയ്യാണ്, ഇറ്റ് ഈസ് ആൻ ഓഫൻസ്. പിന്നെ കൃഷ്ണപ്രിയ പറഞ്ഞ എന്തായിരുന്നു? ശരിക്കും അടയ്ക്കേണ്ട ജി എസ് ടി അടയ്ക്കാതെ കുറച്ചടയ്ക്കുകയാണ്, ഇറ്റ് ഈസ് ആൻ ഓഫൻസ്. ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു 21 ഒഫൻസസുകളാണ് ജി എസ് ടിയിൽ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫർദർ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ അതൊന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ആ 21 എണ്ണം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫേക്ക് ഓർ റോങ് ഇൻവോയ്സസ്. ആദ്യത്തെ ഒഫൻസിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഫേക്ക് ഓർ റോങ് ഇൻവോയ്സുകളാണ്. ഫേക്ക് ഓർ റോങ് ഇൻവോയ്സസ് ഒഫൻസ് ആണല്ലോ. ഫേക്ക് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറ്റ്സ് ആൻ ഒഫൻസ് അല്ലെ. ഇതാ നോക്കിയ സാഹചര്യങ്ങൾ നോക്കി. എ ടാക്സബിൾ പേഴ്സൺ സപ്ലൈസ് എനി ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് എനി ഇൻവോയ്സ് ഓർ ഇഷ്യൂസ് എ ഫോൾസ് ഇൻവോയ്സ്. കണ്ടോ, ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യാം, എന്ത് ഇഷ്യൂ ചെയ്യാതെ? വിത്തൗട്ട് എനി ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ സപ്ലൈ ചെയ്യുന്നത് ശരിയാണോ? അല്ല, ശരിയല്ല അല്ലെ. അതുപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള ഇൻവോയ്സ്, ശരിക്കുമുള്ള വാല്യൂ കാണിക്കാതെ ഫോൾസ് ആയിട്ടുള്ള വാല്യൂ കാണിച്ചുകൊണ്ട് ജി എസ് ടി കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അതും എന്താണ്? ഒഫൻസ് ആണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ടാക്സബിൾ പേഴ്സൺ, ടാക്സബിൾ സപ്ലൈ നടത്തുന്ന ടാക്സബിൾ പേഴ്സൺ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതെ കച്ചവടം നടത്തുന്നു, ഒഫൻസ് ആണ്. ഫോൾസ് ആയിട്ടുള്ള ഇൻവോയ്സ്, ശരിക്കുമുള്ള ഇൻവോയ്സ് അല്ല, ഫോൾസ് ആയിട്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കച്ചവടം നടത്തുന്നു, ഒഫൻസ് ആണ്. രണ്ടാമത് നോക്കി, he issues any invoice or bill of supply without supply of goods or service in violation of the provision of GST. കണ്ടോ, സപ്ലൈ നടത്താതെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാണ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യാണ്. ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ നടത്താതെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്ന നടപടിയുള്ള കാര്യമാണോ? അല്ല, എത്തിക്കൽ അല്ല, ഇറ്റ് ഈസ് ആൻ ഓഫൻസ്. ഓക്കെ, then he issues invoices using the identification number of another bona fide taxable person. മറ്റൊരു ടാക്സബിൾ പേഴ്സന്റെ ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഞാൻ കച്ചവടം നടത്തുക, ഞാൻ ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യാണ്. മറ്റൊരാളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ ജി എസ് ടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കച്ചവടത്തിന്റെ, എന്റെ സപ്ലൈയുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാണ്. ശരിയായിട്ടുള്ള നടപടിയാണോ? അല്ലല്ലോ. സോ അതും ഒഫൻസ് ആണ്. ഓക്കെ, ഫേക്ക് ഓർ റോങ് ഇൻവോയ്സ് മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ഫ്രോഡ് നോക്കിയേ. ഫ്രോഡ്, he fails to supply information that is required to be supplied under the act or submits false information. നമ്മുടെ ജി എസ് ടി ആക്ടിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. റിട്ടേൺസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നില്ല? ഫയൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അസിസ്റ്റിംഗ് ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ ആക്ടിൽ പറയുന്നുണ്ട്, ഇന്ന ഡോക്യുമെന്റ്സ് ഇന്ന ആൾ ആവശ്യപ്പെടുമ്പോൾ, പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യാൻ ഏതൊരു ടാക്സബിൾ പേഴ്സണും ബാധ്യസ്ഥനാണ്. അത് കൊടുക്കാതെ വരികയാണ്, ഈ ഫെയിൽസ് ടു, അത് കൊടുക്കാൻ അയാള് ഫെയിലായി പോവാണ്, ഇറ്റ്സ് ആൻ ഓഫൻസ്. അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്ന എന്തായിരിക്കും? ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ക്ലിയർ ആയോ? പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നില്ല? ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് ഫോൾസ് ആയിട്ട് മാറുകയാണ്, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇത് രണ്ടും എന്താണ്? ഫ്രോഡ് പരിപാടിയാണ്, ഒഫൻസ് ആണ്.
He submit fake financial records or documents or files fake returns to evade tax. ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ ഫേക്ക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡുകൾ ഡോക്യുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യാണ് സബ്മിറ്റ് ചെയ്യാണ്. പറഞ്ഞ മനസ്സിലായോ? ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഫിനാൻഷ്യൽ റെക്കോർഡിൽ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നു, മറ്റുള്ള ഡോക്യുമെന്റ്സിൽ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നു, കൂടുതൽ എക്സ്പെൻസുകളുണ്ടെന്ന് കാണിക്കുന്നു. ഇതൊക്കെ ഫ്രോഡ് പരിപാടിയല്ലേ? ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ടാക്സ് ഇവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വെട്ടിക്കാൻ വേണ്ടിയിട്ട്, GST വെട്ടിക്കാൻ വേണ്ടിയിട്ട്. സോ അതും എന്താണ്? ഒഫൻസ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ. ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ ഗീവ്സ് ഫോൾസ് ഇൻഫർമേഷൻ ഡ്യൂറിംഗ് പ്രൊസീഡിങ്സ്. ഇപ്പോൾ ഒരു സെർച്ച് നടക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് GST ഡിപ്പാർട്ട്മെന്റ് ഒരു ഫോമിൽ ഒരു 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 എന്താണ് ഒരു കടയിൽ എന്തെങ്കിലും ഒരു സെർച്ചോ കാര്യങ്ങളോ നടത്തുന്ന സമയത്ത് ഈ സപ്ലയറിനോട് എന്താ ആവശ്യപ്പെടുന്നു? ചില ഇൻഫർമേഷൻസ് വേണമെന്ന് പറയുന്നു, ചില ഡോക്യുമെന്റ്സ് ഞങ്ങളെ കാണിക്കണമെന്ന് പറയുന്നു. അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയാണ്. അത് ആരും കൊടുക്കുന്നില്ല, ഈ സപ്ലയർ കൊടുക്കുന്നില്ല. എന്തോ കള്ളത്തരം ഉണ്ടെന്നാണ് അതിന് അർത്ഥം അല്ലേ? സോ അതും എന്താണ്? അങ്ങനെ കൊടുക്കാതിരുന്നാൽ അതും ഒഫൻസ് ആണ്. പ്രൊസീഡിങ്സിനിടയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യപ്പെടുകയോ അത് കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴും ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കൊടുക്കുമ്പോഴും വായാലായിരിക്കാൻ പറയാ, വാമൊഴിയാലായിരിക്കാൻ പറയാ, അതൊക്കെ എന്താണ്? ഒഫൻസ് ആണ്. ഓക്കെ. അടുത്ത ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നൊരു കാര്യം. He collects any GST but does not submit it to the government within 3 months. നമ്മുടെ സപ്ലയർ GST രജിസ്റ്റേർഡ് ആണ്, അയാൾ GST കളക്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ അത് ഗവൺമെന്റിലേക്ക് വിതിൻ 3 months എന്ത് ചെയ്യുന്നില്ല? സബ്മിറ്റ് ചെയ്യുന്നില്ല, ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ഒഫൻസ് ആണ്. ഒഫൻസ് ആണ്. ഓക്കെ. GST കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 3 months ഏതെങ്കിലും രീതിയിൽ അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കണം, ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ഓക്കെ. Then, even if he collects any GST in contravention of provisions, he still has to deposit it to the government within 3 months. Failure to do so will be an offence under GST. പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്താണെങ്കിലും GST കളക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. GST പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്ത് ഇയാൾ സപ്ലൈ നടത്തുന്നു, അതിന് GST കളക്ട് ചെയ്യുന്നു. അങ്ങനെ GST കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? 3 മാസത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ അതിനുശേഷം. ഇയാൾ കോൺട്രാവിൻ ചെയ്തോ പ്രൊവിഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്തോ എന്ന് തീർപ്പാക്കുന്നത് പിന്നീടേ ഉള്ളൂ. കള്ളത്തരം കാണിച്ചാണെങ്കിലും GST കസ്റ്റമേഴ്സിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും 3 മാസത്തിനകത്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്തിരിക്കണം. പേ ചെയ്തില്ലെങ്കിൽ അത് അഡീഷണൽ ഒഫൻസ് ആയിട്ട് മാറും. ഓക്കെ. He obtains a refund of any CGST or SGST by fraud. ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് CGST SGST പേയ്മെന്റ് റീഫണ്ട് ചെയ്തെടുക്കുകയാണ്. എന്തോ ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് നമ്മൾ അടച്ച CGST SGST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റീഫണ്ട് ചെയ്യിക്കുകയാണ്. അത് പിന്നീട് കണ്ടുപിടിക്കപ്പെടുമ്പോ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഓക്കെ. സോ അത് ഒഫൻസ് ആണ്. He takes and or utilizes input tax credit. കൃഷ്ണപ്രിയ പറഞ്ഞ കാര്യം. He takes and or utilizes input tax credit without actual receipt of goods and services. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് അയാൾ റിസീവ് ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞു അല്ലേ? ഗുഡ്സ് അയാൾ റിസീവ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ അതിന് മേലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തൊക്കെ ഒന്നുകൂടെ പറയാം. ഏതാ ഇൻപുട്ട് ടാക്സിന്റെ കാര്യമാണോ? ബ്രേക്ക് ആയിപ്പോയി. ഒന്നുകൂടെ പറയാം. He takes or utilizes input tax credit without actual receipt of goods or services. കൃഷ്ണപ്രിയ പറഞ്ഞ പോയിന്റ് ആണ്, കുറച്ചുകൂടെ ഞാൻ എലാബറേറ്റ് ആയിട്ട് പറയാം. അയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്യാണ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട്. പക്ഷെ ഈ ഗുഡ്സ് അയാൾ റിസീവ് ചെയ്തിട്ടില്ല. ഇൻപുട്ട് ടാക്സ് അടച്ച ആ ഒരു ഗുഡ്സ് എന്ത് ചെയ്തിട്ടില്ല, അയാൾ റിസീവ് ചെയ്തിട്ടില്ല. സർവീസോ എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് പേ ചെയ്യണം, ഗുഡ്സ് റിസീവ് ചെയ്യണം, ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സോ ആക്ച്വലി ഗുഡ്സ് റിസീവ് ചെയ്യാതെ ഇയാള് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ അത് ഒഫൻസ് ആണ്. He deliberately suppresses his sales to evade tax. സെയിൽസ് മനഃപൂർവ്വം കുറച്ച് കാണിക്കുകയാണ്. ഒരു സപ്ലയർ അയാളുടെ സെയിൽസ് മനഃപൂർവ്വം കുറച്ച് കാണിക്കുകയാണ്. അതെന്തിനായിരിക്കും?
ടാക്സ് പേ ചെയ്യാതിരിക്കാൻ വേണ്ടി. ടാക്സ് പേ ചെയ്യാതിരിക്കാൻ. സെയിൽസ് കുറച്ച് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് കുറയവേ. പ്രോഫിറ്റ് കുറയുമ്പോൾ അതിനുമേൽ പേ ചെയ്യേണ്ട ടാക്സ് കുറയുവേ, കുറയില്ലേ? സോ അതും ഒഫൻസ് ആണ്. അയാള് മനഃപൂർവ്വം അയാളുടെ സെയിൽസ് സർപ്ലസ് ചെയ്ത് വെക്കാണ്, കുറച്ച് കാണിക്കാണ്. എന്തിനാ? ടാക്സ് പേ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് ആൻ ഒഫൻസ്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലൈ ഓർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. സപ്ലൈ ഓർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഹി ട്രാൻസ്പോർട്ട് ഗുഡ്സ് വിത്തൗട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്സ്. ഗുഡ്സ്, ഒരു സപ്ലയർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാണ് വിത്തൗട്ട് പ്രോപ്പർ ഡോക്യുമെന്റ്സ്. പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒഫൻസ് ആണ്. സപ്ലൈസ് ഓർ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ദാറ്റ് ഹി നോസ് വിൽ ബി കോൺഫിസ്കേറ്റഡ്. കണ്ടു കെട്ടേണ്ടതായിട്ടുള്ള ഗുഡ്സ് സപ്ലൈസ് നടത്തുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ അത് ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് തികച്ചും ഒഫൻസ് ആണ്. കണ്ടു കെട്ടേണ്ടതായിട്ടുള്ള ഗുഡ്സ് സപ്ലൈസ് നടത്തുന്നതോ അല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതോ ഒഫൻസ് ആണ്. അതുപോലെ തന്നെ സീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സ്, ഡിപ്പാർട്ട്മെന്റ് സീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സ് നശിപ്പിച്ച് കളയാണ്, അല്ലെങ്കിൽ ആ ഗുഡ്സ് ടാമ്പർ ചെയ്യാണ്, എന്തോ കൃത്രിമം കാണിക്കുകയാണ്, അതും എന്താണ്? ഒഫൻസ് ആണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒഫൻസ് ആണ്. കോൺഫിസ്കേറ്റഡ് ആയിട്ടുള്ളത്, കണ്ടു കെട്ടേണ്ടതായിട്ടുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ചെയ്യാണ്. സീസ് ചെയ്യാൻ, ഡിപ്പാർട്ട്മെന്റ് സീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഗുഡ്സ് ഡിസ്ട്രോയ് ചെയ്യാണ്, നശിപ്പിച്ച് കളയാണ്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയോ മാറ്റം, ടാമ്പറിങ് നടത്തുകയാണ്. ഇതൊക്കെ എന്താണ്? ഒഫൻസ് ആണ് കേട്ടോ. പിന്നെ അല്ലാതുള്ള ചില കാര്യങ്ങൾ, അല്ലാതെന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. ദാ നോക്കി, ഹി ഹാസ് നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ GST although he is required to by law. GST രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയ ആള് ലോ പ്രകാരം, GST ലോ പ്രകാരം ത്രെഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് അല്ലേ? സോ എന്നിട്ടും എടുക്കാത്ത ആള് ഒഫൻസ് ആണ്. എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. ക്ലിയർ? ഹി ഡസ് നോട്ട് ഡിഡക്ട് TDS. TDS ഡിഡക്ട് ചെയ്യേണ്ട ഗുഡ്സിന് TDS ഡിഡക്ട് ചെയ്യാതിരിക്കുക. TDS ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സിന് TDS ഡിഡക്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒഫൻസ് ആണ്. TCS കളക്ട് ചെയ്യുന്നുണ്ട, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. TDS എന്തായിരുന്നു? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. TCS കളക്ട് ചെയ്യാതിരിക്കുക. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് TCS കളക്ട് ചെയ്യുന്നത്. മനഃപൂർവ്വം കളക്ട് ചെയ്യാതിരിക്കുക ഒഫൻസ് ആണ്. അതുപോലെ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ ആരാന്നറിയോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഞാൻ പറഞ്ഞതാണ്. ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, 3 ബ്രാഞ്ചസ് ഉണ്ടാവും, 3 അല്ല എത്രയോ ബ്രാഞ്ചസ് ഉണ്ടാവും. മാനുഫാക്ചർ ചെയ്യുന്നതും അത് സപ്ലൈ നടത്തുന്നതും നമ്മുടെ ബ്രാഞ്ചുകളാണ്. മാനുഫാക്ചർ ചെയ്യാൻ റോ മെറ്റീരിയൽസ് മേടിക്കുന്നതും ഈ ബ്രാഞ്ചുകളാണ്. ഇൻപുട്ട് ടാക്സ് അടയ്ക്കുന്നതും ഈ ബ്രാഞ്ചുകളാണ്. പക്ഷെ ഇൻപുട്ട് ടാക്സ് എല്ലാം പോകുന്നത് എങ്ങോട്ടേക്കാ? ഓഫീസിലേക്ക്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എല്ലാം പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഹെഡ് ഓഫീസിലേക്കാണ്. സോ ഇത് ISD ആയിട്ട്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അവരുടെ ബ്രാഞ്ചുകളുടെ ടേൺ ഓവറിനനുസരിച്ചാണ് ITC വീതിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. 3 ബ്രാഞ്ചുകളുണ്ട്, അവരാണ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതും പ്രോസസ് നടത്തുന്നതും സപ്ലൈ ചെയ്യുന്നതും. ഇൻപുട്ട് ടാക്സ് പേ ചെയ്യുമ്പോൾ, റോ മെറ്റീരിയൽ മേടിക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് പേ ചെയ്യും. സോ ആ ക്രെഡിറ്റ് എല്ലാം പോകുന്ന ഹെഡ് ഓഫീസിലേക്കായിരിക്കും. സോ ഹെഡ് ഓഫീസിന് അത് വീതിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് ഓരോ ബ്രാഞ്ചിന്റെയും ടേൺ ഓവറിനനുസരിച്ച് നമ്മളത് വീതിച്ചു കൊടുക്കും, ഏതെങ്കിലും എത്ര റേഷ്യോയിൽ. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ he takes or distributes input tax credit in violation of the rules. റൂൾസ് വയലേറ്റ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യാണ്, ഒഫൻസ് ആണ്. ഓക്കെ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആള്, ആ ഒരു ഓഫീസ് അനധികൃതമായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിക്കുകയോ അത് എടുക്കുകയോ ചെയ്യുന്നത് വയലേഷൻ ആണ്, ഒഫൻസ് ആണ്. He obstructs the proper officer during his duty.
ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു പ്രോപ്പർ ഓഫീസർ അയാളുടെ ഓഫീസിൽ ഇൻസ്പെക്ഷന് വരുമ്പോൾ അല്ലെങ്കിൽ റെയ്ഡിന് വരുമ്പോൾ അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയാണ്. ഓക്കെ, ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ ഒരു ഓഡിറ്റ് നടക്കുകയാണ്. ആ ഓഡിറ്റ് നടക്കുന്ന ഇടയ്ക്ക് ഇയാൾ അതും ഇതൊക്കെ പറയുന്നു, ഇയാൾ തടസ്സപ്പെടുത്തുകയാണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. സോ അത് ഒഫൻസ് ആണ്. കൃഷ്ണപ്രിയയുടെ കടയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് വന്നു, ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു സെർച്ചിന് വന്നതാണ്. സെർച്ച് ചെയ്യേണ്ടെന്ന് പറയുന്നു, ഇല്ല, തള്ളി മാറ്റുകയാണ് അവരെ. ഒബ്സ്ട്രക്റ്റ് ആണ്, തീർച്ചയായിട്ടും അത് ഒഫൻസ് ആണ്. എന്തെങ്കിലുമുള്ള പെനാൽറ്റി കിട്ടും. ഓക്കെ, he does not maintain all the books that he required to maintain by law. നമ്മുടെ GST ലോയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, ചില റെക്കോർഡ്സുകൾ ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണ്. GSTയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആള് ചില ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നു, ഒഫൻസ് ആണ്. He tampers with or destroys any material evidence. ഏതൊക്കെയോ ഡോക്യുമെന്റ്സ്, മെറ്റീരിയൽ ആയിട്ടുള്ള എവിഡൻസുകൾ ഇയാൾ എന്ത് ചെയ്യാണ്, നശിപ്പിച്ച് കളയാണ്. അതിൽ അല്ലെങ്കിൽ ചില മാനിപ്പുലേഷൻ, ടാമ്പറിങ് നടത്തുകയാണ്. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ സ്റ്റാർ ചെയ്തിരിക്കുന്ന കുറച്ച് ഒഫൻസുകൾ ഉണ്ട്, കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് 2023 ഒന്ന് ഒരു എന്താ ടെമ്പററി ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡിക്രിമിനലൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ക്രിമിനലൈസ്ഡ് അല്ല എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ദ സെയിം വിൽ കം ഇൻ ടു ഫോഴ്സ് വൺസ് നോട്ടിഫൈഡ് ബൈ ദി CBIC. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് എപ്പോഴാണോ അത് അതിന്റെ ഫർദർ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്, അപ്പോൾ അത് വീണ്ടും നിലവിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഇനി എന്താണ് പെനാൽറ്റി? വാട്ട് ഡസ് പെനാൽറ്റി മീൻ? ഈ സംഗതി അറിയാതിരിക്കല്ലേ, ജുറിസ്പ്രുഡൻസ്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒഫൻസ് നടക്കുമ്പോൾ ഒരാൾ ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് പെനാൽറ്റി വിധിക്കും, അല്ലേ? പെനാൽറ്റി എന്ന് പറയുന്നത് പെക്യൂനിയറി ആവാം, സിവിൽ ആവാം, ക്രിമിനൽ ആവാം. ഓക്കെ, പെക്യൂനിയറി ആവാം, സിവിൽ ആവാം, ക്രിമിനൽ ആവാം. ചിലപ്പോ ജയിൽ ശിക്ഷ, പെനാൽറ്റിയിൽ മാത്രമൊന്നും നിൽക്കണമെന്നില്ല, ചിലത് ജയിൽ ശിക്ഷയിലേക്ക് പോകാറുണ്ട്. ഓക്കെ, ഈ പെക്യൂനിയറി എന്ന് പറഞ്ഞാൽ മോണിറ്ററി ആണ് പറയുന്നത്, അതായത് പെനാൽറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ചില ഹൈ വാല്യൂസിലുള്ള വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതെങ്കിൽ, അതായത് കോടികളുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നതെങ്കിൽ GSTയിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഒഫൻസുകളും അതിന്റെ പെനാൽറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തയ്യാറാണോ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ടൈപ്പ് ഓഫ് ഒഫൻസ്. പെനാൽറ്റി ഫോർ ഡിലേ ഇൻ ഫയലിംഗ് GSTR. GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വരുത്തുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് മുഖ്യമായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് പെനാൽറ്റിയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത്, കേട്ടോ, പഠിച്ചു പോകണം. അപ്പൊ GST റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട്. CGST ഒരു 100 രൂപ, SGST ഒരു 100 രൂപ, അങ്ങനെ മൊത്തം 200 രൂപ പെർ ഡേ ആണ് പെനാൽറ്റി. അടയ്ക്കേണ്ട, ഫയൽ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ 200 രൂപ വെച്ച് എന്ത് ചെയ്യേണ്ടി വരും, പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് അടയ്ക്കുന്നു, എന്ന് ഫയൽ ചെയ്യുന്നു അന്ന് വരെ. മാക്സിമം 5,000. ഓക്കെ, IGSTക്ക് ലേറ്റ് ഫീ ഇല്ല. അപ്പൊ പറഞ്ഞേ, GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഡിലേ ആയി കഴിഞ്ഞാൽ പെനാൽറ്റി എത്ര അടയ്ക്കണ്ടേ? 100 പെർ ഡേ. 100 രൂപ മാത്രമേ ഉള്ളൂ? അല്ല, ലേറ്റ് ആവുന്നതിനനുസരിച്ച് എത്ര ഡേയ്സ് ലേറ്റ് ആവുന്നു അത്രയും രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. 100 രൂപ മാത്രമേ ഉള്ളൂ? 100 രൂപ പെർ ഡേ ആണോ? അല്ല, CGST 100, SGST 100, 200 രൂപ പെർ ഡേ ആണ് അടയ്ക്കേണ്ടി വരിക. മാക്സിമം എത്ര? 5,000. ഓക്കെ, അതായത് 200 × 10 ദിവസം അടയ്ക്കണം. എത്ര ആവും? 2000. 5000 ആയിട്ട് കമ്പയർ ചെയ്യാം. ഇതിലേതാ ലോവർ?
2000. സോ ഈ 2000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായി. എന്നാൽ പെനാൽറ്റി ഫോർ നോട്ട് ഫയലിംഗ് GSTR, ഡിലേ വരുത്തല്ല, ഫയൽ ചെയ്യുന്നേ ഇല്ല, GST റിട്ടേൺ ഫയൽ ചെയ്യുന്നേ ഇല്ല. അങ്ങനെ വരുമ്പോഴോ എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അതിന്റെ 10% ഓർ 10,000 whichever is higher. പറഞ്ഞ മനസ്സിലായോ? എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടത് അതിന്റെ 1 ലക്ഷമാണെന്ന് വിചാരിച്ചു, ടാക്സ് അടയ്ക്കേണ്ടത് 1 ലക്ഷം, അതിന്റെ 10% എടുക്കുക, എത്ര വരും? 10,000 അല്ലേ? ഓർ 10,000, സെയിം തന്നെ 10,000 തന്നെയാണ് അടയ്ക്കേണ്ടി വരിക. നമ്മുടെ 2 ലക്ഷം ആയിക്കോട്ടെ, 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 20,000 വരും. അപ്പൊ എത്ര എടുക്കണ്ടേ, എത്ര അടയ്ക്കേണ്ടി വരിക? 10,000 അല്ല, ഹയർ ആണ് എടുക്കുന്നത്, ലോവർ അല്ല കേട്ടോ, 20,000. ശ്രദ്ധിക്കണേ, ഹയർ ആണ് ഇവിടെ എടുക്കേണ്ടത്. മറ്റേത് മാക്സിമം 5,000 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലോവർ എടുത്തത്. പെനാൽറ്റി ഫോർ കമ്മിറ്റിംഗ് എ ഫ്രോഡ്. കണ്ടോ, ഫ്രോഡ് പരിപാടി കാണിച്ചാൽ പെനാൽറ്റി എത്രയാണ്? ഫ്രോഡ് പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞോ. അത് ഏതെങ്കിലും ഒരാൾ കാണിക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതിന്റെ 100% 10,000 കൂടെ കമ്പയർ ചെയ്യണം. ടാക്സ് അടയ്ക്കുന്നതിന്റെ 100%, ഇപ്പൊ 2 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷത്തിന്റെ 100% എത്ര തന്നെ വരും? 20,000. 100% 2 ലക്ഷം തന്നെ വരും. ഓർ 10,000 ഹയർ എടുക്കണം. ഹയർ ആയി പറഞ്ഞേക്കുന്നത് എത്ര വരും? 2 lakh അടയ്ക്കേണ്ടി വരും. കോടികളുടെ വെട്ടിപ്പാണെങ്കിൽ അയാൾക്ക് ഈ ഒരു പെനാൽറ്റിയുടെ ഒപ്പം എന്തും ഉണ്ടാവും? ജയിൽ വാസവും അനുഭവിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ജയിൽ ടൈം ഒക്കെ പറയുന്നുണ്ട്, എത്ര കോടിക്ക് ഉള്ള കാറ്റഗറി അത് നമ്മൾ പറയുന്നുണ്ട്, താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. പെനാൽറ്റി ഫോർ ഹെൽപ്പിംഗ് എ പേഴ്സൺ ടു കമ്മിറ്റ് ഫ്രോഡ്. കണ്ടോ, ഞാൻ കൃഷ്ണപ്രിയെ സഹായിക്കുകയാണ് ടാക്സ് വെട്ടിക്കാൻ, ഫ്രോഡ് പരിപാടി കാണിക്കാൻ ഞാൻ കൃഷ്ണപ്രിയെ സഹായിക്കുകയാണ്. പെനാൽറ്റി ഉണ്ട്, എക്സ്റ്റെൻഡിങ് അപ് ടു 25,000. പെനാൽറ്റി ഫോർ ഹെൽപ്പിംഗ് എ പേഴ്സൺ ടു കമ്മിറ്റ് ഫ്രോഡ്. ഞാൻ കൃഷ്ണപ്രിയെ ഫ്രോഡ് പരിപാടി കാണിക്കാനായിട്ട് എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാണ്. എനിക്ക് ഫൈൻ വരും 25,000 രൂപ മാക്സിമം. ഓക്കെ, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയേക്കാം, അത് നമ്മുടെ ആ ഒരു ഫ്രോഡ് പരിപാടിയുടെ കൂട്ടിരിക്കും കേട്ടോ. പെനാൽറ്റി ഫോർ ഓപ്റ്റിംഗ് ഫോർ കോമ്പൻസേഷൻ സ്കീം ഈവൻ ദോ ഹി ഈസ് നോട്ട് എലിജിബിൾ. കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ആള് കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പെനാൽറ്റി ഉണ്ട്. കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ഒരു വ്യക്തി ഓപ്റ്റ് ചെയ്യാണ്, തീർച്ചയായിട്ടും പെനാൽറ്റി ഉണ്ടാവും. സെക്ഷൻ 73 and 74 ആണ് അപ്ലൈ ആവുക. സെക്ഷൻ 73 and 74 ആണ് അപ്ലൈ ആവുക. ഫ്രോഡ് കേസ് ആണെങ്കിൽ, ഫ്രോഡ് പരിപാടിയാണെങ്കിൽ ടാക്സ് ഡ്യൂവിന്റെ 100%, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എത്രയാണോ ടാക്സ് അടയ്ക്കാനുള്ളത് അതിന്റെ 100%ഉം 10,000 കൂടെ കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ക്ലിയർ? ഇനി ഫ്രോഡ് പരിപാടിയൊന്നുമില്ല, ഇതൊരു അബദ്ധം പറ്റിയതാണ് എന്ന് വിചാരിക്കുക. അബദ്ധം പറ്റിയല്ല, അയാളങ്ങെടുത്തു, ചെറിയൊരു ബിസിനസ് ആണ്, അതുകൊണ്ട് അയാൾ കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് അങ്ങ് അടച്ചു. പക്ഷെ എന്ത് പറ്റിപ്പോയി? ടേൺ ഓവർ ഒക്കെ കൂടിപ്പോയി, ആ ഒരു കേസ്. അങ്ങനെ വരുമ്പോ ടാക്സ് ഡ്യൂവിന്റെ 10%. നോൺ ഫ്രോഡ് കേസ് ആണെങ്കിൽ ടാക്സ് ഡ്യൂവിന്റെ 10%ഉം 10,000 കൂടെ കമ്പയർ ചെയ്യുക, ഹയർ എടുക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്നത് കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ലാത്ത ഒരാൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ പെനാൽറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഫ്രോഡ് കേസ് ആണെങ്കിൽ ടാക്സ് എത്രയാണോ അടയ്ക്കേണ്ടത് അതിന്റെ 100%ഉം 10,000 കൂടെ കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ഇനി ഫ്രോഡ് കേസ് അല്ല എങ്കിൽ, നോൺ ഫ്രോഡ് കേസ് ആണെങ്കിൽ ടാക്സ് ഡ്യൂവിന്റെ 10%ഉം 10,000 കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ഡൗട്ട്സ്? ഇല്ല. പെനാൽറ്റി ഫോർ റോങ്ഫുള്ളി ചാർജിങ് GST റേറ്റ്. നമുക്ക് GST റേറ്റുകൾ ഏതൊക്കെയാ ഉള്ളത്? 5%, 5%. പറഞ്ഞ വേണം.
5%, 12% ആണ് സാറേ. പറഞ്ഞോ ഏതൊക്കെയാ പെർസെന്റേജ് ഉള്ളതെന്ന് പറഞ്ഞു നമ്മുടെ 5, 12, ആ 18, 28 ആണ്. അത്രയല്ലേ ഉള്ളൂ. ആ അപ്പോ ഒരു 18% GST പേ ചെയ്യേണ്ടത്, സോറി 24% GST പേ ചെയ്യേണ്ടത്, സോറി 28% GST പേ ചെയ്യേണ്ടത് 18% പേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. 24%, അതായത് 14% CGST 14% SGST പേ ചെയ്യേണ്ടത് 9% CGST 9% SGST പേ ചെയ്യാം. അല്ലെങ്കിൽ ഹയർ റേറ്റ് 18% GST പേ ചെയ്യേണ്ടത് 28% GST പേ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പെനാൽറ്റി ഉണ്ട്. ടാക്സ് ഡ്യൂവിന്റെ 100% 10,000 whichever is higher, അവനെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഹയർ റേറ്റ് ചാർജ് ചെയ്യാണ്, അതായത് 18% GST അടയ്ക്കേണ്ടത് നമ്മൾ 28% GST പേ ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ വരുമ്പോൾ പെനാൽറ്റി ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇൻപുട്ട് ടാക്സ് റിറ്റും ഒക്കെ ക്ലെയിം ചെയ്യും അല്ലേ? അപ്പൊ അതിന് പെനാൽറ്റി ഉണ്ട്. ടാക്സ് ഡ്യൂവിന്റെ 100%, 10,000 കൂടെ കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇയാൾ കളക്ട് ചെയ്യുന്ന GST അല്ലേ, അഡീഷണൽ ആയിട്ട് കളക്ട് ചെയ്യുന്ന GST നമ്മൾ പറഞ്ഞു, പ്രൊവിഷൻ വയലേറ്റ് ചെയ്താണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ പോലും അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതും ചെയ്യുന്നില്ല, സബ്മിറ്റ് ചെയ്യുന്നില്ല ഗവൺമെന്റ്. അതൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ്. പെനാൽറ്റി ഫോർ നോട്ട് ഇഷ്യൂയിങ് ആൻ ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടടുത്ത് ഇഷ്യൂ ചെയ്യാതിരിക്കുകയാണ്, പെനാൽറ്റി ഉണ്ടോ? ഇതൊക്കെ വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ടാക്സ് ഡ്യൂവിന്റെ 100% അവരിവിടെ പറയുന്നത്. കാരണം ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ടാക്സ് അടയ്ക്കേണ്ട 100%, 10,000 കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ അത് ഭയങ്കര വലിയ ഒഫൻസ് ആണ്. സോ ടാക്സ് ഡ്യൂവിന്റെ 100%, 10,000 കമ്പയർ ചെയ്യണം, ഹയർ ടാക്സ് അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കണം. ടാക്സ് അല്ല, പെനാൽറ്റി അടയ്ക്കേണ്ടി. ഓക്കെ. പെനാൽറ്റി ഫോർ നോട്ട് രജിസ്റ്ററിങ് അണ്ടർ GST. GST നമ്മളത് പറഞ്ഞാണ്, ഡിസ്കസ് ചെയ്താണ്. GST എടുക്കേണ്ട ഒരാള് GST എടുക്കുന്നില്ല, രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആള് രജിസ്ട്രേഷൻ എടുക്കുന്നില്ല, പെനാൽറ്റി ഉണ്ട്. വലിയ തെറ്റാണല്ലേ അത്? GST രജിസ്ട്രേഷൻ എടുത്ത് GST പേ ചെയ്യേണ്ട ആള് രജിസ്ട്രേഷൻ എടുക്കുന്നില്ല, GST പേ ചെയ്യുന്നില്ല, വലിയ തെറ്റാണ്. സോ ടാക്സ് ഡ്യൂവിന്റെ 100%, 10,000 കമ്പയർ ചെയ്യുക, ഹയർ എടുക്കുക. ഓക്കെ. പെനാൽറ്റി ഫോർ ഇൻകറക്റ്റ് ഇൻവോയ്സിങ്. ഫേക്ക് ആയിട്ടുള്ള ഇൻവോയ്സിങ് നടത്തുക, ഫേക്ക് ആയിട്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, ടാമ്പറിംഗ് നടത്തുക ഇൻവോയ്സിൽ, പെനാൽറ്റി ഉണ്ട് 25,000. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 25,000 പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ?